Okay. ഞാൻ നന്ദകുമാർ. എൻ്റെ സ്വദേശം മാന്നാറാണ്. മാന്നാത്ത് കുട്ടമ്പേരൂർ എന്ന് പറയും. ഇദ്ദേഹം എൻ്റെ വൈഫ്. ഞങ്ങളിവിടെ ഭോപ്പാലി വന്നിട്ട് 84 വന്നതാണ് ഞാൻ. പിന്നെ അതിൻ്റെ ഇങ്ങപ്പുറത്ത് നിൽക്കുന്നത് ഷൈനി, മറ്റേത് സന്നിച്ചായന്. എൻ്റെ ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനത്താണ് രണ്ടുപേരും. ജ്യേഷ്ഠനും ചേട്ടത്തിയും മാതിരിയാണ്. പിന്നെ ഇതെൻ്റെ മരുമോന് നിതിൻ, ഇത് മോള് പിന്നെ നന്ദിത. ഞാൻ നാട്ടിൽ നിന്ന് പിന്നെ ITI കഴിഞ്ഞിട്ട് ഇവിടെ വന്നതാണ്. ഞാൻ ആദ്യം ബോംബെയിലായിരുന്നു വന്നത്. ബോംബെയിൽ നിന്ന് പിന്നെ OTC ജോയിൻ ചെയ്തതിന് ശേഷം ഭോപ്പാലിലെത്തി 84. ഭോപ്പാലില് പിന്നെ ഞാനിവിടെ വരുമ്പോൾ പിന്നെ ഞാൻ ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ്റെ വർക്കിലാണ് ഞാൻ ആദ്യം ഭോപ്പാലിലേക്ക് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ സർവീസിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അന്നേരം സർവീസിൽ എൻ്റെ ബോസായിട്ട് ഇദ്ദേഹമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സുമേ 93 ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. 93 കല്യാണം കഴിഞ്ഞ് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞങ്ങൾ ഭോപ്പാലിലെത്തി. ഇല്ല, ഒരു അടുത്ത ബന്ധു ഇങ്ങനെ ആലോചിച്ച് അങ്ങനെയാണ് ഞങ്ങളുടെ കല്യാണം നടന്നത്. ഭോപ്പാലില് ഓട്ടീസിൽ വർക്ക് ചെയ്യുന്നു എന്നാണ്. വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. മോള് ഡെന്റിസ്റ്റാണ്, മോന് എഞ്ചിനീയർ ആണ്. മോളെന്ന് പറഞ്ഞ കാര്യം മമ്മിയുടെ കാര്യം മോടെ കാര്യം അപ്പം हिंदी पढ़ना। तो मैंने डेंटिस्ट्री करी, उसके बाद MBA करके अभी हेल्थ केयर IT फॉर्म में वर्क कर रही हूँ एज अ कस्टमर सक्सेस मैनेजर। ये मेरे हस्बैंड है। मैंने इंजीनियरिंग करके MBA किया है, अभी एज अ कस्टमर सक्सेस मैनेजर मैं वुड मैकेंजी वुड की कंपनी में काम करता हूँ। वेरी नाइस। आप कौन सी स्कूल में थे और आप कौन सी स्कूल में थे, कॉलेज वगैरह? मैं शारदा विद्या मंदिर स्कूल भोपाल में, फिर उसके बाद मैंने डेंटिस्ट्री पीपल्स डेंटल एकेडमी से करा। फिर MBA के लिए मैं पुणे गई थी, तो सिम्बायोसिस वहाँ से MBA करा। फिर फर्स्ट जॉब स्टार्टअप हेल्थ केयर IT फर्म में, फिर थोड़ा सा फिनटेक फर्म में एक्सपीरियंस लिया। अभी वापस हेल्थ केयर IT फर्म में जॉब करना है। तो मैंने अपनी स्कूलिंग कैंपन स्कूल भोपाल से करी है, इंजीनियरिंग LNCT भोपाल और MBA ICFAI बिजनेस स्कूल हैदराबाद, और अभी गुड़गांव में वुड मैकेंजी कंपनी। और हम दोनों की एक छोटी बहन भी है। एक छोटी बहनें हैं ऐसे मैं बोलूँगी। तो मेरी छोटी बहन अभी इंजीनियरिंग कर रही है, और नंदना। और यहाँ की छोटी बहन हमारी निधि है, वो MBA करके अभी कोलकाता ज्वाइनिंग करने वाले हैं। मम्मा पापा दोनों गवर्नमेंट सर्विस में काम करते हैं। डैड इनकम टैक्स में है, मम्मा कोऑपरेटिव सोसाइटी स्टेट गवर्नमेंट में। So we are a happy family. आप केरला में कौन सी कॉलेज में स्कूल में? मेरा स्कूलिंग जॉन मेमोरियल हाई स्कूल, प्लेस कोडुगुलंजी, एग्जैक्टली कोडुगुलंजी, आलेप्पी डिस्ट्रिक्ट। आफ्टर दैट कॉलेज में बिशपमूर कॉलेज मावेलिकेरा। सब्जेक्ट में साइंस लिया था, सेकेंड ग्रुप था उस टाइम, प्री डिग्री। उसके बाद फिर कैथलिक कॉलेज, हाँ, then അത് കഴിഞ്ഞിട്ട് ഞാൻ ചങ്ങനാശ്ശേരി NSS കോളേജ് MSc ചെയ്തു. MSc സുവോളജി ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് BEd ചെയ്തു. BEd ചെയ്ത് ഇവിടെ ഒരു ശാരദാ വിദ്യാമന്ദിർ സ്കൂളിൽ ഇപ്പം ആസ് എ ടീച്ചർ വർക്ക് ചെയ്യുന്നു. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഒരു പോസ്റ്റ് ഇപ്പൊ കിട്ടിയ, ഒരു സ്റ്റാഫ് സെക്രട്ടറിയുടെ ഒരു പോസ്റ്റ് തൽക്കാലം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ 10th വരെ ടീച്ച് ചെയ്യുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. നാട്ടിലെ സ്റ്റുഡൻസും ഇവിടുത്തെ സ്റ്റുഡൻസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല.
പക്ഷെ ഈ പൊതുവെയുള്ള ജനറേഷൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയണേ, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടോ? ഒത്തിരി ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. ശരിക്കും നാട്ടിലത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പിള്ളേരെ നല്ലവണ്ണം അടിച്ച് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ട് നല്ല രീതിയിലുള്ള ആ ഒരു സിറ്റുവേഷനിലാണ് പിള്ളേരെ ഗ്രോത്ത് ചെയ്തത്. നല്ല ഒരു റെസ്പെക്റ്റും ഒക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ സ്റ്റേജ് അങ്ങനെയായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കുട്ടികളെ വഴക്ക് പറയാൻ പാടില്ല, സ്നേഹമായിട്ട് വളരെ സപ്പോർട്ട് ചെയ്ത് അവരെ മുന്നോട്ട് പോയെങ്കിലേ അവർ ആ രീതിയിൽ അവർ മുന്നോട്ട് പോകത്തുള്ളൂ. അല്ലാതെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു അതെ അതുണ്ട്. പൊതുവെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആ ഒരു ടെൻഡൻസി അങ്ങനെയൊന്നും ഉള്ള ആ ഒരു ഇതില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് സ്നേഹമായിട്ട് സന്തോഷമായിട്ട് അവരോട് ഇടപെട്ട് അവരുടെ കൂടെ കുറച്ച് സമയം ചെലവഴിച്ചിട്ട് അങ്ങനെയൊക്കെ അവരെ മനസ്സിലാക്കി ആ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് കുട്ടികളെ വളർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അവരെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ കാണാറുണ്ടോ? ഉണ്ടല്ലോ, അവരൊക്കെ നല്ല ലെവലിൽ എത്താറുണ്ട്. ഉണ്ട്. വളരെ IITinsലൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല അത് മാത്രമല്ല, ഒരു ടീച്ചർ ആകുന്നുണ്ട് ചിലപ്പോഴേ ഞാൻ ഇവിടെ കൂടെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നല്ല നല്ല ഈ ഡോക്ടേഴ്സും ഇങ്ങനെയൊക്കെയുള്ള സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് ഇവിടെ ടീച്ചറിന്റെ കാലത്തൊട്ട് അന്തരീക്ഷം അത് എവിടെ കണ്ടു കഴിഞ്ഞാൽ ഓടി വന്നേ. അപ്പൊ ചിലപ്പോ ഒരു പക്ഷേ ഈ പേര് ടീച്ചേഴ്സ് ഓർമ്മ കാണത്തില്ല, എങ്കിലും അവരുടെ പേര് ഓർമ്മ വരത്തില്ല. പക്ഷെ അവരെന്നെ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്നോട് ചോദിച്ചു എവിടെ പോകണ്ടേന്ന് പറഞ്ഞിട്ട് എന്നെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ 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 വരുന്ന കുട്ടികളും ഉണ്ട്. വളരെ നല്ല നല്ല കുട്ടികള്, ഒത്തിരി നല്ല. ഈയിടെ ഒരു കുട്ടിയെ ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് സിംഗപ്പൂരിലാണ്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞു സിംഗപ്പൂരിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ വന്ന് താമസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. ശരിക്കും എന്റെ ഒരു എക്സ് സ്റ്റുഡന്റ് ആയിരുന്നു അപ്പോൾ നിധി എന്ന് പറഞ്ഞ. അപ്പൊ അവരിപ്പം സിംഗപ്പൂരിലാണ്. എന്നിട്ട് അവര് ഞങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ വന്നു മോനെയായിട്ട്. 10 years കഴിഞ്ഞിട്ട് അവർക്കൊരു കുട്ടി ഉണ്ടായത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട് ഇവിടെ വന്നിട്ട് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു അഫെക്ഷനായി അത് അവിടെ വെച്ച്. നമ്മുടെ മറ്റു ഹിന്ദിയും ഇവിടുത്തെ ഹിന്ദിയും തമ്മിൽ ടീച്ചറിനെ കളിയാക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു എനിക്ക് ഒത്തിരി സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ല ഇല്ല അങ്ങനെയില്ല. പക്ഷെ ഇപ്പോഴങ്ങനെ ഇല്ല കേട്ടോ. നമുക്ക് ഇവിടെ ഒക്കെ ഒത്തിരി ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു അങ്ങനെ ആ ഒരു ലെവൽ. അതെ അതെ ഒത്തിരി ഉണ്ട്. Thank you so much. സമയക്കുറവുകൊണ്ടാണ്. Thank you, Nandakumar. You worked with me for 14 years, over 14 years. You gave me such a support I never forget. Though there are differences, we all live for. Thank you so much. Okay, thanks a lot.